കോഴിക്കോട് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയാകുമ്പോഴേക്ക് കോഴിക്കോട് എത്തുക. നേരെ മീൻചന്ത വന്നു. മീൻചന്ത കോളേജിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. അവിടുന്ന് ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്, ബീഫ് ബിരിയാണി. അതിൻ്റെ കൂടെ മാങ്ങ അച്ചാറും പിന്നെ തൈരും ഉണ്ടായിരുന്നു. മാങ്ങ അച്ചാർ എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. നമുക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ അച്ചാറും നാരങ്ങ അച്ചാറും ആണ് എൻ്റെ ഫേവറേറ്റ്. എന്നിട്ട് അത് സൈഡിൽ പ്ലേറ്റിൽ അങ്ങ് കോരിയിട്ടു. പിന്നെ നമ്മുടെ ബീഫ് ബിരിയാണി വന്നു. ആദ്യം കുറച്ച് റൈസ് മാത്രം എടുത്ത് കഴിച്ച് നോക്കി. റൈസൊക്കെ നല്ല ഫ്ലേവേർഡാണ്. അതായത് ആ ബീഫിൻ്റെ ഈ മസാലേൻ്റെ ഫ്ലേവർ നന്നായിട്ട് ആ റൈസിൽ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സോഫ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് മസാലയും കൂടി ആ റൈസുമായിട്ട് കൂട്ടിക്കുഴച്ച് അതും അങ്ങനെ കഴിച്ച് നോക്കി. അടിപൊളിയായിരുന്നു. അത് നല്ല പ്രോപ്പർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മോശം പറയാനില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പീസിൻ്റെ കാര്യത്തിലാണ് ഒരു പീസ് 2 പീസാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു പീസ് ഒരു ചെറിയ പീസും പിന്നെ ഉള്ളത് ഒരു വലിയ പീസാണെന്നാണ് ഞാൻ കരുതി എടുത്തു തരാം. പക്ഷേങ്കിൽ അതൊരു വലിയൊരു എല്ലിൻ്റെ പീസാണ്. പീസാണ് ഡിസപ്പോയിൻറ്റഡ് ആക്കിയത്. ഇങ്ങനത്തെ പീസാണ് കൊടുക്കുന്നെങ്കിൽ ഒരു 3 പീസ് ആക്കാമായിരുന്നു. ഇല്ല 2 പീസാണെങ്കിൽ ഒരു മോശമില്ലാത്തൊരു 2 മീഡിയം പീസ് എല്ലില്ലാത്ത കൊടുക്കണമായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെയും പ്രോപ്പർ എപ്പോഴും കഴിക്കുന്ന പോലെ തന്നെ കുറച്ച് മസാലയും ചോറും കൂടി നല്ല മിക്സ് ചെയ്ത് അതിൻ്റെ അകത്ത് കുറച്ച് തൈരും അച്ചാറൊക്കെ ആക്കി അങ്ങനെയൊക്കെ കഴിച്ചു. അങ്ങനെ കഴിച്ചങ്ങ് പോയി. പിന്നെ ബീഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബീഫ് നല്ല സോഫ്റ്റായിരുന്നു, നല്ല വെന്ത് അടിപൊളി സോഫ്റ്റായിരുന്നു. അതും കൂട്ടിയൊക്കെ അങ്ങ് കഴിച്ചു. പിന്നെ അൺലിമിറ്റഡാണ്, റൈസ് അൺലിമിറ്റഡാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ചോദിച്ചത് കിട്ടും. നല്ല ചൂടോടുള്ള ബിരിയാണി ആയിരുന്നു. ബിരിയാണിക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ് ബീഫ് ബിരിയാണി. അവിടെ തന്നെ ചിക്കൻ ദം ബിരിയാണി ഉണ്ട്, അതിന് 130. പിന്നെ ചിക്കൻ റോസ്റ്റും ബീഫ് റോസ്റ്റും 2 ബിരിയാണി ഉണ്ട്. നമ്മുടെ സ്പോട്ട് വരുന്നത് നമ്മുടെ മീൻചന്തയാണ്. ലാസ്റ്റ് ഞാൻ പറയതാണ് ഷോപ്പെന്ന് ഞാൻ പറയാം. അങ്ങനെ ഇത് ഞാനിങ്ങനെ കഴിച്ചു. അച്ചാറും മാങ്ങ പീസൊക്കെ വെച്ച് കൂട്ടിക്കുഴച്ച് നല്ലോണം മിക്സ് ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മഴയുള്ള സമയത്താണ് കഴിച്ചത്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തു, ഇത് വാങ്ങി, റൈസ് വാങ്ങി, എക്സ്ട്രാ റൈസ് വാങ്ങി. കുറേ പേര് അവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ കഴിക്കുന്ന സമയത്ത് തന്നെ. ഇതാ 2ാമത് റൈസ് വാങ്ങിയ നല്ല ചൂട് ആവി വറക്കുന്ന റൈസാണ്. ഈ റൈസ് മാത്രം മസാലയില്ല റൈസ് മാത്രം തന്നെ നമുക്ക് നന്നായി കഴിക്കാം. നല്ലൊരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ സ്പോട്ട് വരുന്നത് മീൻചന്ത കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെ, റോഡിൽ നിന്ന് കുറച്ചുള്ളിലോട്ടായിട്ട് റോഡിൽ നിന്ന് തന്നെ കാണാം ബിരിയാണി ദർബാർ. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. കോഴിക്കോട് ബീച്ച് ഇപ്പോൾ അറിയാമല്ലോ, കുറേ തട്ടുകടയൊക്കെയും കുറേ ഐറ്റംസൊക്കെ ആയിട്ട്. ഞാൻ പുതിയതായി സെറ്റ് ചെയ്തതിന് ശേഷം ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആദ്യമായിട്ട് വന്നൊരു പ്ലേറ്റ് കാടമുട്ടയായിരുന്നു. മുട്ടയായതുകൊണ്ട് തിന്നു. ആ മസാലയൊക്കെ നമ്മൾ കാണും ഭയങ്കര ഫ്ലേവറാണെന്ന് തോന്നുന്നു. ഒരു ഫ്ലേവറും ഇല്ല, ജസ്റ്റ് ഒരു മസാല ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം മുന്നേ ട്രെൻഡിങ് ആയ കൂന്തൽ നിറച്ചത്, ഇതും ഞാൻ ഭയങ്കര സംഭവം എന്ന് വെച്ചിട്ട് വാങ്ങിയത്. അതും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അങ്ങനെ നേരെ നാട്ടിലെത്തി. നാട്ടിൽ നിന്ന് പിന്നെ രാത്രി ആയിക്കും, ഒരു 11 മണി 12 മണി ആയിട്ടുണ്ട് നാട്ടിലെത്തുക. അപ്പോൾ ഭയങ്കര വിശപ്പ്. അന്നേരം നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചില്ല, അതിനുശേഷം കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെയുള്ളൊരു ഷോപ്പിൽ കയറി ഒരു മസാല ഷവായും വേറെ എക്സ്ട്രാ ഒന്നും വാങ്ങിയിട്ടില്ല. അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്, കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതാണ് ഒരു കുബൂസ്. അങ്ങനെ കുറച്ച് മയോണൈസ് സൈഡിലാക്കി. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പച്ച ചട്നി കിട്ടും, ഗ്രീൻ ചട്നി. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ചില സ്ഥലത്ത് ഞാൻ കഴിച്ചപ്പോൾ അതിനൊരു മധുരം ലൈറ്റായിട്ടുള്ള സ്വീറ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ അത്യാവശ്യം എരിവ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ ചട്നീൻ്റെ ഈ മല്ലിച്ചപ്പിൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൂടെ ഒരു ചുവപ്പ് കളറിൽ കിട്ടും, അത് നമ്മുടെ ബീട്രൂട്ടിൻ്റെയാണ്. അതിന് മധുരം തന്നെയാണ്, സ്ലൈറ്റായിട്ട് മധുരം തന്നെയാണ്. അപ്പോൾ അത് 3 പ്ലേറ്റിലാക്കി ഒഴിച്ച് വെച്ചു. പിന്നെ ഒരു നല്ലൊരു പീസ് മസാലയുടെ കൂടെ കൂട്ടി എടുത്ത് കഴിച്ച് നോക്കി. നല്ല അടിപൊളി മസാലയായിരുന്നു. മുന്നേ ഈ ഷോപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഇത് റിനോവേഷനൊക്കെ ഇതിപ്പം റീഓപ്പൺ ചെയ്തതാണ്. അടിപൊളിയായിട്ട് നല്ല മസാലയും കാര്യങ്ങളൊക്കെയാണ്. നല്ല ചിക്കൻ സോഫ്റ്റ് ചിക്കനാണ്. ഇങ്ങനെ കണ്ടാൽ മതി പൂ പോലെ ഇങ്ങനെ പൊളിഞ്ഞ് വരും. അതിങ്ങനെ മസാലയിൽ ഞാൻ നല്ല മിക്സ് ചെയ്ത് അതും അങ്ങനെ മയോണൈസിലേക്ക് കുത്തി അങ്ങനെ കഴിച്ചു. പിന്നെ കുബൂസ് നല്ല കുബൂസ് തന്നെയാണ്. ആ കുബൂസും ഒരു കഷ്ണം മുറിച്ച് ആ ചുവപ്പ് ചട്നിയൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു. ഇതിനും വരുന്നത് ക്വാർട്ടറിന് 130 ജസ്റ്റ് ഞാൻ ചോദിച്ച് വാങ്ങിയതാണ്. നല്ല സോഫ്റ്റ് കുബൂസ് ഇങ്ങനെ മുറിച്ചെടുത്ത് ആ മസാല ഉണ്ടല്ലോ, ആ മസാല നല്ലോണം പെരക്കി എന്നിട്ട് അവിടെ വെച്ച്, എന്നിട്ടൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പീസ് ചിക്കൻ ഇങ്ങെടുത്ത്
അത് ആ കുബൂസിന് മേലെ വെച്ച് ചുരുട്ടിപ്പിടിച്ച് ആ മയണൈസിലും ആ ഗ്രീൻ ചട്നിയിലും ആ ചുവപ്പ് ചട്നിയിലും ഒക്കെ മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്കണം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഷവായ ഞാനങ്ങ് ഫിനിഷ് ചെയ്തു. അപ്പോൾ വേറൊന്നുമില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.